ശാന്തി 29/5/25 പ്രഭാതമുരളി ബാബ് ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾ വീണ്ടും തൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേർന്നിരിക്കുന്നു. നിങ്ങൾ ബാബയിൽ കൂടി രചയിതാവിനെയും രചനയെയും അറിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ സന്തോഷത്തിൽ രോമാഞ്ചം ഉണ്ടാകണം. ചോദ്യം: ഈ സമയം കുട്ടികളായ നിങ്ങളെ ബാബ എന്തുകൊണ്ടാണ് അലങ്കരിച്ചു കൊണ്ടിരിക്കുന്നത്? ഉത്തരം: കാരണം ഇപ്പോൾ നമുക്ക് അണിഞ്ഞൊരുങ്ങി വിഷ്ണുപുരിയിലേക്ക്, അതായത് അമ്മായി അച്ഛൻ്റെ വീട്ടിലേക്ക് പോകേണ്ടതുണ്ട്. നമ്മൾ ഈ ജ്ഞാനത്തിലൂടെ അലങ്കരിക്കപ്പെട്ട് വിശ്വത്തിൻ്റെ മഹാരാജാവും മഹാറാണിയും ആകുന്നു. ഇപ്പോൾ സംഗമയുഗത്തിലാണ്. ബാബ ടീച്ചറായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പിതാവിൻ്റെ ഗൃഹത്തിൽ നിന്നും അമ്മായി അച്ഛൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനായി. ഗീതം: ഒടുവിൽ ആ ദിവസം ഇന്ന് വന്നു ചേർന്നു. ഓം ശാന്തി. മധുരമധുരമായ സ്വീറ്റ് ചിൽഡ്രൻ, മധുരമധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾ, ഗീതം കേട്ടു. പകുതി കൽപ്പമായി ഏതു പ്രിയതമനെയാണോ ഓർമ്മിച്ചത്, ഒടുവിൽ ആ ഒന്നിനെ ലഭിച്ചിരിക്കുകയാണ് എന്ന് കുട്ടികളായ നിങ്ങൾ മാത്രമാണ് അറിയുന്നത്. നമ്മൾ പകുതി കൽപ്പം ഭക്തി ചെയ്യുന്നുവെന്നും പ്രിയതമനായ ബാബയെ വിളിക്കുന്നുവെന്നും ലോകത്തിലുള്ളവർ അറിയുന്നില്ല. നമ്മൾ പ്രിയതമയാണ്, ആ ഒന്ന് പ്രിയതമനാണ്. ഇതും ആരും അറിയുന്നില്ല. ബാബ പറയുന്നു, രാവണൻ നിങ്ങളെ തികച്ചും തുച്ഛബുദ്ധിയാക്കി മാറ്റിയിരിക്കുന്നു. വിശേഷിച്ച് ഭാരതവാസികളെ, നിങ്ങൾ ദേവീദേവന്മാരായിരുന്നു. ഇതും മറന്നുപോയി. അപ്പോൾ തുച്ഛബുദ്ധിയായി. തൻ്റെ ധർമ്മത്തെ മറന്നു പോവുക എന്നത് തുച്ഛബുദ്ധിയുടെ പ്രവൃത്തിയാണ്. ഇപ്പോൾ ഇത് നിങ്ങൾ മാത്രമാണ് അറിയുന്നത്. നമ്മൾ ഭാരതവാസികൾ സ്വർഗവാസികളായിരുന്നു. ഈ ഭാരതം സ്വർഗമായിരുന്നു. അല്പം സമയമേ ആയിട്ടുള്ളൂ. 1250 വർഷം സത്യയുഗമായിരുന്നു. 1250 വർഷം രാമരാജ്യം നടന്നു. ആ സമയം അളവറ്റ സുഖമുണ്ടായിരുന്നു. സുഖത്തെ ഓർമ്മിച്ച് രോമാഞ്ചമുണ്ടാകണം. സത്യയുഗം, ത്രേത ഇവ കടന്നുപോയി. സത്യയുഗത്തിൻ്റെ ആയുസ് എത്രയായിരുന്നു? ഇതും ആരും അറിയുന്നില്ല. ലക്ഷക്കണക്കിന് വർഷങ്ങൾ എങ്ങനെ സാധ്യമാകും? ഇപ്പോൾ ബാബ വന്ന് മനസ്സിലാക്കിച്ചു തരുന്നു, നിങ്ങളെ മായ എത്ര തുച്ഛബുദ്ധിയാക്കിയിരിക്കുന്നു. ലോകത്തിൽ ആരും തന്നെ സ്വയം തുച്ഛബുദ്ധിയാണെന്ന് മനസ്സിലാക്കുന്നില്ല. നിങ്ങൾ അറിയുന്നു, നമ്മൾ ഇന്നലെ തുച്ഛബുദ്ധിയായിരുന്നു. ഇപ്പോൾ ബാബ ഇത്രയും ബുദ്ധി നൽകിയിരിക്കുകയാണ്. അതിലൂടെ രചയിതാവിനെയും രചനയുടെ ആദി മധ്യ അന്ത്യത്തെയും നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. ഇന്നലെ അറിഞ്ഞിരുന്നില്ല, ഇന്ന് അറിഞ്ഞു കഴിഞ്ഞു. എത്രത്തോളം അറിഞ്ഞുകൊണ്ടിരിക്കുന്നുവോ അത്രയും സന്തോഷത്താൽ രോമാഞ്ചമുണ്ടാകും. നമ്മൾ വീണ്ടും നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുന്നു. തീർച്ചയായും ബാബ നമുക്ക് സ്വർഗത്തിൻ്റെ രാജപദവി നൽകിയിരുന്നു. പിന്നെ നമ്മൾ പാഴാക്കി. ഇപ്പോൾ പതീതമായിരിക്കുന്നു. സത്യയുഗത്തെ പതീതം എന്ന് പറയില്ല, അത് പാവന ലോകമാണ്. മനുഷ്യർ പറയുന്നു, ഹേ പതീത പാവന വരൂ. രാവണ രാജ്യത്തിൽ പാവനവും ഉയർന്നവരുമായി ആരും തന്നെ ഉണ്ടാവുക സാധ്യമല്ല. ഉയർന്നതിലും ഉയർന്ന ബാബയുടെ കുട്ടികളായിരിക്കുന്നു. അതിനാൽ ഉയർന്നവരുമാകണം. കുട്ടികളായ നിങ്ങൾ ബാബയെ അറിഞ്ഞു. അതും നമ്പർവാർ പുരുഷാർത്ഥമനുസരിച്ചാണ്. രാവിലെ എഴുന്നേറ്റ് തൻ്റെ മനസ്സിനോട് ചോദിക്കൂ, അമൃതവേളയുടെ സമയം നല്ലതാണ്. രാവിലെ അമൃതവേളയിലിരുന്ന് ഇത് ചിന്തിക്കൂ. ബാബ നമ്മുടെ അച്ഛനുമാണ്, ടീച്ചറുമാണ്. ഓ ഗോഡ് ഫാദർ, ഹേ പരംപിത പരമാത്മ എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾ അറിയുന്നു, ഹേ ഭഗവാൻ എന്ന് ആരെയാണോ ഓർമ്മിക്കുന്നത്, ഇപ്പോൾ ആ ഒന്നിനെ നമുക്ക് ലഭിച്ചിരിക്കുന്നു.
നമ്മൾ വീണ്ടും പരിധിയില്ലാത്ത സമ്പത്ത് എടുത്തുകൊണ്ടിരിക്കുന്നു. അത് ലൗകിക അച്ഛൻ, ഇത് പരിധിയില്ലാത്ത അച്ഛനാണ്. നിങ്ങളുടെ ലൗകിക അച്ഛനും ആ പരിധിയില്ലാത്ത അച്ഛനെയാണ് ഓർമ്മിക്കുന്നത്. അപ്പോൾ പിതാക്കന്മാരുടെയും പിതാവും പതിമാരുടെയും പതി ആ ഒന്നായി. ഇതും ഭാരതവാസികൾ തന്നെയാണ് പറയുന്നത്. കാരണം ഇപ്പോഴാണ് ഞാൻ പിതാക്കന്മാരുടെയും പിതാവും പതിമാരുടെയും പതിയാകുന്നത്. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ പിതാവുമാണ്. നിങ്ങൾ കുട്ടികളായിരിക്കുന്നു. ബാബ ബാബ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ വീണ്ടും നിങ്ങളെ വിഷ്ണുപുരിയാകുന്ന അമ്മായി അച്ഛൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. ഇതാണ് നിങ്ങളുടെ അച്ഛൻ്റെ വീട്. പിന്നെ അമ്മായി അച്ഛൻ്റെ വീട്ടിലേക്ക് പോകും. നമ്മളെ വളരെ നന്നായി അലങ്കരിക്കുകയാണ് എന്ന് കുട്ടികൾക്കറിയാം. ഇപ്പോൾ നമ്മൾ പിതാവിൻ്റെ ഗ്രഹത്തിലാണല്ലോ. നിങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ഈ ജ്ഞാനത്തിലൂടെ അലങ്കരിക്കപ്പെട്ട് വിശ്വത്തിൻ്റെ മഹാരാജാവും മഹാറാണിയുമാകുന്നു. നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് വിശ്വത്തിൻ്റെ അധികാരിയാകുവാനാണ്. ഭാരതവാസികളായ നിങ്ങളാണ് സത്യുഗമായിരുന്നപ്പോൾ വിശ്വത്തിൻ്റെ അധികാരിയായിരുന്നത്. നമ്മൾ വിശ്വത്തിൻ്റെ അധികാരിയാണെന്ന് ഇപ്പോൾ നിങ്ങൾ പറയുകയില്ല. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഭാരതത്തിൻ്റെ അധികാരികൾ കലിയുഗത്തിലുള്ളവരാണ്. നമ്മളാകട്ടെ സംഗമയുഗിയാണ്. പിന്നെ നമ്മൾ സത്യയുഗത്തിൽ മുഴുവൻ വിശ്വത്തിൻ്റെയും അധികാരിയാകും. ഈ കാര്യങ്ങൾ കുട്ടികളായ നിങ്ങളുടെ ബുദ്ധിയിൽ വരണം. വിശ്വത്തിൻ്റെ ചക്രവർത്തി പദവി നൽകുന്നയാൾ വന്നിരിക്കുകയാണ് എന്നറിയുന്നു. ഇപ്പോൾ സംഗമയുഗത്തിൽ ആ ഒന്ന് വന്നിരിക്കുകയാണ്. ജ്ഞാനദാതാവ് ഒരേ ഒരു ബാബയാണ്. ബാബയെ അല്ലാതെ മറ്റൊരു മനുഷ്യനെയും ജ്ഞാനദാതാവ് എന്ന് പറയില്ല. കാരണം ബാബയുടെ പക്കൽ അങ്ങനെയുള്ള ജ്ഞാനമുണ്ട്. അതിലൂടെ മുഴുവൻ വിശ്വത്തിനും സദ്ഗതി ഉണ്ടാകുന്നു. തത്വങ്ങൾ സഹിതം സർവരുടെയും സദ്ഗതി ഉണ്ടാകുന്നു. മനുഷ്യരുടെ അടുക്കൽ സദ്ഗതിയുടെ ജ്ഞാനം ഇല്ല. ഈ സമയം മുഴുവൻ ലോകവും തത്വങ്ങൾ സഹിതം തമോ പ്രധാനമാണ്. ഇതിൽ വസിക്കുന്നവരും തമോ പ്രധാനമാണ്. പുതിയ ലോകം സത്യുഗമാണ്. അതിൽ വസിക്കുന്നവരും ദേവതയായിരുന്നു. പിന്നെ രാവണൻ ജയം നേടി. ഇപ്പോൾ വീണ്ടും ബാബ വന്നിരിക്കുന്നു. കുട്ടികളായ നിങ്ങൾ പറയുന്നു, നമ്മൾ ബാബ് ദാദയുടെ അടുക്കൽ പോകുന്നു എന്ന്. ബാബ നമുക്ക് ദാദായിലൂടെ സ്വർഗത്തിൻ്റെ ചക്രവർത്തി പദവിയുടെ സമ്പത്ത് നൽകുന്നു. ബാബയാകട്ടെ സ്വർഗത്തിൻ്റെ ചക്രവർത്തി പദവിയാണ് നൽകുന്നത്. മറ്റെന്തു നൽകാൻ? കുട്ടികളായ നിങ്ങളുടെ ബുദ്ധിയിൽ ഇത് വരണമല്ലോ. എന്നാൽ മായ മറവയുണ്ടാക്കുന്നു. സ്ഥായിയായ സന്തോഷം നിലനിൽക്കുവാൻ അനുവദിക്കില്ല. ആര് നല്ല രീതിയിൽ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുമോ അവരാണ് ഉയർന്ന പദവി നേടുന്നത്. സെക്കൻഡിൽ ജീവൻ മുക്തി എന്ന് പാടപ്പെടുകയും ചെയ്യുന്നു. ഒരിക്കൽ തിരിച്ചറിയണമല്ലോ, സർവ ആത്മാക്കളുടെയും അച്ഛൻ ഒന്നാണ്. ആ സർവ ആത്മാക്കളുടെയും പിതാവ് വന്നിരിക്കുകയാണ്. എന്നാൽ എല്ലാവർക്കും കണ്ടുമുട്ടാൻ സാധിക്കില്ല. ഇമ്പോസിബിളാണ്. ബാബ പഠിപ്പിക്കുവാനായി വരുന്നു. നിങ്ങളെല്ലാവരും ടീച്ചേഴ്സാണ്. ഗീതാ പാഠശാല എന്ന് പറയുന്നുണ്ടല്ലോ. ഈ വാക്കും കോമൺ ആണ്. കൃഷ്ണനാണ് ഗീത കേൾപ്പിച്ചത് എന്ന് പറയുന്നു. ഇപ്പോൾ ഇത് കൃഷ്ണൻ്റെ പാഠശാലയല്ല. കൃഷ്ണൻ്റെ ആത്മാവ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. സത്യയുഗത്തിൽ ഏതെങ്കിലും ഗീതാ പാഠശാലയിൽ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുമോ? കൃഷ്ണനുള്ളത് തന്നെ സത്യയുഗത്തിലാണ്. പിന്നീട് 84 ജന്മങ്ങൾ എടുക്കുന്നു. ഒരു ശരീരം പോലെ ആയിരിക്കില്ല മറ്റൊന്ന്. ഡ്രാമ പ്ലാൻ അനുസരിച്ച് ഓരോ ആത്മാവിലും അവരുടെ 84 ജന്മങ്ങളുടെ പാർട്ട് അടങ്ങിയിരിക്കുന്നു. ഒരു സെക്കൻഡ് പോലെ ആകില്ല മറ്റൊന്ന്. 5000 വർഷം നിങ്ങൾ പാർട്ട് അഭിനയിക്കുന്നു. ഒരു സെക്കൻഡിലെ പാർട്ട് പോലെ ആയിരിക്കില്ല അടുത്ത സെക്കൻഡിലേത്. എത്ര വിവേകത്തിൻ്റെ കാര്യമാണ്. ഡ്രാമയാണല്ലോ. പാർട്ട് റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ബാക്കി ആ ശാസ്ത്രങ്ങളെല്ലാം ഭക്തി മാർഗത്തിലേതാണ്. പകുതി കൽപ്പം ഭക്തി തുടരുന്നു.
പിന്നെ സർവർക്കും സദ്ഗതി ഞാൻ തന്നെ വന്ന് നൽകുന്നു. നിങ്ങൾക്കറിയാം, 5000 വർഷങ്ങൾക്ക് മുമ്പ് രാജ്യം ഭരിച്ചിരുന്നു. സദ്ഗതിയിലായിരുന്നു. ദുഃഖത്തിൻ്റെ പേര് ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണെങ്കിൽ ദുഃഖം തന്നെ ദുഃഖമാണ്. ഇതിനെ ദുഃഖധാമം എന്നാണ് പറയുന്നത്. ശാന്തിധാമം, സുഖധാമം, ദുഃഖധാമം. ഭാരതവാസികൾക്ക് തന്നെയാണ് വന്ന് സുഖധാമത്തിൻ്റെ വഴി പറഞ്ഞു തരുന്നത്. കൽപ്പം തോറും വീണ്ടും എനിക്ക് വരേണ്ടി വരുന്നു. അനേകം തവണ വന്നിരിക്കുന്നു, വന്നുകൊണ്ടുമിരിക്കും. ഇതിന് അവസാനമുണ്ടാവുക സാധ്യമല്ല. നിങ്ങൾ ചക്രം കറങ്ങി ദുഃഖധാമത്തിൽ വരുന്നു. പിന്നീട് എനിക്ക് വരേണ്ടി വരും. ഇപ്പോൾ നിങ്ങൾക്ക് 84 ജന്മങ്ങളുടെ ചക്രത്തിൻ്റെ സ്മൃതി വന്നു കഴിഞ്ഞു. ഇപ്പോൾ ബാബയെ രചയിതാവ് എന്ന് പറയുന്നു. ഡ്രാമയ്ക്ക് ഒരു രചയിതാവുണ്ട് എന്നല്ല. രചയിതാവ് എന്നാൽ ഈ സമയം സത്യയുഗത്തെ വന്ന് രചിക്കുന്നു. സത്യയുഗത്തിൽ ആരുടെ രാജ്യമാണോ ഉണ്ടായിരുന്നത് പിന്നീട് പാഴാക്കിയതും അവരെ തന്നെയാണ് ഇരുന്ന് പഠിപ്പിക്കുന്നത്. കുട്ടികളെ അഡോപ്റ്റ് ചെയ്യുന്നു. നിങ്ങൾ എൻ്റെ കുട്ടികളാണല്ലോ. നിങ്ങളെ ഏതെങ്കിലും സാധു സന്യാസിമാരോ മറ്റോ അല്ല പഠിപ്പിക്കുന്നത് ഒരു ബാബയാണ്. ആ ഒന്നിനെ എല്ലാവരും ഓർമ്മിക്കുന്നു. ആരെ ഓർമ്മിക്കുന്നുവോ തീർച്ചയായും ആ ഒന്ന് എപ്പോഴെങ്കിലും വരികയും ചെയ്യുമല്ലോ. ഓർമ്മിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്നതും ആർക്കും അറിയില്ല. അതിനാൽ തീർച്ചയായും പതീത പാവനായ ബാബ വരുന്നു. ക്രൈസ്റ്റിനോട് വീണ്ടും വരൂ എന്ന് പറയുകയില്ല. ലീനമായി എന്ന് അവർ മനസ്സിലാക്കുന്നു. പിന്നെ വരുന്നതിൻ്റെ കാര്യമേ ഇല്ല. എങ്കിലും പതീത പാവനനെ ഓർമ്മിക്കുന്നു. ആത്മാക്കളായ നമുക്ക് വീണ്ടും സമ്പത്ത് നൽകൂ എന്ന്. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്ക് സ്മൃതി വന്നു. ബാബ വന്നു കഴിഞ്ഞു. പുതിയ ലോകത്തിൻ്റെ സ്ഥാപന ചെയ്യും. അവർ വീണ്ടും തങ്ങളുടെ സമയത്ത് രജോ തമോയിൽ തന്നെ വരും. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, നമ്മൾ മാസ്റ്റർ നോളജ്ഫുൾ ആകുന്നു എന്ന്. ഒരു ബാബ തന്നെയാണ് കുട്ടികളായ നിങ്ങളെ പഠിപ്പിച്ച് വിശ്വത്തിൻ്റെ അധികാരിയാക്കി മാറ്റുന്നത്. സ്വയം ആകുന്നില്ല. അതിനാൽ ബാബയെ നിഷ്കാമ സേവാധാരി എന്ന് പറയുന്നു. മനുഷ്യർ പറയുന്നു, നമ്മൾ ഫലത്തിൻ്റെ ആശ വയ്ക്കുന്നില്ല, നിഷ്കാമ സേവനമാണ് ചെയ്യുന്നത്. പക്ഷേ അങ്ങനെ ഉണ്ടാകുന്നില്ല. എങ്ങനെയുള്ള സംസ്കാരം കൊണ്ടുപോകുന്നു അതനുസരിച്ചുള്ള ജന്മം ലഭിക്കുന്നു. കർമ്മത്തിനുള്ള ഫലം തീർച്ചയായും ലഭിക്കുന്നു. സന്യാസിമാരും ഗൃഹസ്ഥികളുടെ അടുത്ത് പുനർജന്മം എടുക്കും. പിന്നീട് സംസ്കാരമനുസരിച്ച് സന്യാസധർമ്മത്തിലേക്ക് പോകുന്നു. ബാബ യുദ്ധം ചെയ്യുന്നവരുടെയും ഉദാഹരണം നൽകുന്നു. യുദ്ധമൈതാനത്ത് മരിക്കുന്നവർ സ്വർഗത്തിൽ പോകും എന്ന് ഗീതയിൽ എഴുതിയിട്ടുള്ളതായി പറയുന്നു. എന്നാൽ സ്വർഗത്തിൻ്റെയും സമയം വേണമല്ലോ. സ്വർഗം 1,00,000 വർഷങ്ങളാണ് എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ അറിയുന്നുണ്ട് ബാബ എന്തു മനസ്സിലാക്കിച്ചു തരുന്നു. ഗീതയിൽ എന്താണ് എഴുതിയിരിക്കുന്നത് പറയുന്നു. ഭഗവാൻ വാച ഞാൻ സർവവ്യാപിയാണ് എന്ന്. ബാബ പറയുന്നു, ഞാൻ സർവവ്യാപിയാണ്, നായയിലും പൂച്ചയിലും എല്ലാം ഉണ്ട് എന്ന്. എങ്ങനെയാണ് സ്വന്തം അപകീർത്തി വരുത്തുക? എന്നെ ആകട്ടെ ജ്ഞാനസാഗരം എന്നാണ് പറയുന്നത്. ഞാൻ എന്നെക്കുറിച്ച് പിന്നെ എങ്ങനെ ഇത് പറയും? എത്ര അസത്യമാണ്. ജ്ഞാനം ആരിലുമില്ല. സന്യാസിമാർക്കും മറ്റും എത്ര മാന്യതയുണ്ട്. കാരണം പവിത്രമാണ്. സത്യയുഗത്തിൽ ഗുരുക്കന്മാരായി ആരുമുണ്ടാകില്ല. ഇവിടെയാണെങ്കിൽ സ്ത്രീയോട് പറയും, നിങ്ങളുടെ പതി തന്നെയാണ് ഗുരുവും ഈശ്വരനും. രണ്ടാമതൊരു ഗുരുവിനെ സ്വീകരിക്കരുത് എന്ന്. അതും മനസ്സിലാക്കി കൊടുക്കുമായിരുന്നത് ഭക്തിയും സതോപ്രധാനമായിരുന്നപ്പോഴാണ്. സത്യയുഗത്തിൽ ഗുരു ഉണ്ടായിരുന്നില്ല. ഭക്തിയുടെ തുടക്കത്തിലും ഗുരു ഉണ്ടായിരിക്കുന്നില്ല.
പതി തന്നെയാണ് സർവസ്വവും. ഗുരുവിനെ സ്വീകരിക്കുന്നില്ല. ഈ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നു. പല മനുഷ്യരും ബ്രഹ്മകുമാർ കുമാരിമാർ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ഭയപ്പെടുന്നു. കാരണം ഇവർ സഹോദരിയും സഹോദരനും ആക്കി മാറ്റുന്നു എന്ന് മനസ്സിലാക്കുന്നു. പ്രജാപിത ബ്രഹ്മാവിൻ്റെ കുട്ടിയാകുന്നത് നല്ലതാണല്ലോ. BK തന്നെയാണ് സ്വർഗത്തിൻ്റെ സമ്പത്ത് നേടുന്നത്. ഇപ്പോൾ നിങ്ങൾ നേടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ BK ആയിരിക്കുകയാണ്. രണ്ടുപേരും പറയുന്നു, നമ്മൾ സഹോദരിയും സഹോദരനുമാണ്. ശരീരത്തിൻ്റെ ബോധവും വികാരത്തിൻ്റെ ദുർഗന്ധവും മാറുന്നു. ഒരു ബാബയുടെ കുട്ടികളായ നമ്മൾ സഹോദരി സഹോദരന്മാർക്ക് വികാരത്തിൽ എങ്ങനെ പോകാൻ സാധിക്കും? ഇതും മഹാപാപമാണ്. പവിത്രമായിരിക്കുന്നതിൻ്റെ ഈ യുക്തി ഡ്രാമയിലുണ്ട്. സന്യാസിമാരുടേത് നിവൃത്തി മാർഗമാണ്. നിങ്ങൾ പ്രവൃത്തി മാർഗത്തിലുള്ളവരാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ മോശമായ ലോകത്തിൻ്റെ ആചാരരീതികൾ ഉപേക്ഷിച്ച് ഈ ലോകത്തെ തന്നെ മറക്കേണ്ടതുണ്ട്. നിങ്ങൾ സ്വർഗത്തിൻ്റെ അധികാരികളായിരുന്നു. പിന്നെ രാവണൻ എത്ര മോശമാക്കി മാറ്റിയിരിക്കുന്നു. ഇതും ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്. ചിലർ പറയും, നമ്മൾ 84 ജന്മങ്ങൾ എടുത്തിട്ടുണ്ട് എന്ന് എങ്ങനെ അംഗീകരിക്കും? 84 ജന്മങ്ങൾ എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ പറയുന്നത് നല്ലതാണല്ലോ. 84 ജന്മങ്ങൾ എടുത്തിട്ടില്ലെങ്കിൽ അവർ നിലനിൽക്കുകയില്ല. ഇവർ ദേവീ ദേവതാ ധർമ്മത്തിലേതല്ല എന്ന് മനസ്സിലാക്കുന്നു. സ്വർഗത്തിൽ വരാൻ സാധിക്കില്ല. പ്രജയിലും കുറഞ്ഞ പദവി നേടും. പ്രജയിലും നല്ല പദവിയും കുറഞ്ഞ പദവിയും ഉണ്ടല്ലോ. ഈ കാര്യങ്ങൾ ഏതെങ്കിലും ശാസ്ത്രങ്ങളിലില്ല. ഭഗവാൻ വന്ന് കിങ്ഡം സ്ഥാപിക്കുന്നു. ശ്രീകൃഷ്ണൻ വൈകുണ്ഠത്തിൻ്റെ അധികാരിയായിരുന്നു. സ്ഥാപന ബാബയാണ് ചെയ്യുന്നത്. ബാബയാണ് ഗീത കേൾപ്പിച്ചത്. അതിലൂടെ ഈ പദവി നേടി. പിന്നീട് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യേണ്ട ആവശ്യം തന്നെയില്ല. നിങ്ങൾ പഠിച്ച് പദവി നേടുന്നു. പിന്നീട് ഗീതയുടെ ജ്ഞാനം പഠിക്കുകയില്ല. ജ്ഞാനത്തിലൂടെ സദ്ഗതി ലഭിക്കുന്നു. എത്ര പുരുഷാർത്ഥം അത്രയും ഉയർന്ന പദവി നേടും. എത്ര പുരുഷാർത്ഥം കഴിഞ്ഞ കൽപ്പത്തിൽ ചെയ്തിരുന്നുവോ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. സാക്ഷിയായി നോക്കണം. ടീച്ചറിനെയും നോക്കണം. ഈ ഒന്ന് നമ്മളെ പഠിപ്പിച്ചിരിക്കുകയാണ്. ഈ ഒന്നിനേക്കാൾ സമർത്ഥരാകണം. മാർജിൻ വളരെയധികമുണ്ട്. ഉയർന്നതിലും ഉയർന്നതാകുന്നതിന് പ്രയത്നിക്കണം. മുഖ്യമായ കാര്യമാണ് തമോ പ്രധാനത്തിൽ നിന്നും സതോ പ്രധാനമാവുക. ഇത് മനസ്സിലാക്കേണ്ട കാര്യമാണല്ലോ. ഗൃഹസ്ഥ വ്യവഹാരത്തിലും ഇരിക്കണം. ബാബയെ ഓർമ്മിക്കണം. അപ്പോൾ പാവനമായി മാറും. ഇവിടെ എല്ലാവരും പതീതമാണ്. ഇതിൽ ദുഃഖം തന്നെ ദുഃഖമാണ്. സുഖത്തിൻ്റെ രാജ്യം എപ്പോൾ ഉണ്ടായിരുന്നു എന്നത് ആർക്കും അറിയില്ല. ദുഃഖത്തിലായിരിക്കുമ്പോൾ പറയുന്നു, ഹേ ഭഗവാനെ, ഹേ രാം, ഈ ദുഃഖം എന്തിനു നൽകി? ഭഗവാൻ ആർക്കും തന്നെ ദുഃഖം നൽകുന്നില്ല. രാവണനാണ് ദുഃഖം നൽകുന്നത്. ഇപ്പോൾ നിങ്ങൾ അറിയുന്നുണ്ട്, നമ്മുടെ രാജ്യത്തിൽ മറ്റൊരു ധർമ്മവും ഉണ്ടായിരിക്കുകയില്ല. പിന്നീടാണ് മറ്റു ധർമ്മങ്ങൾ വരുന്നത്. നിങ്ങൾ എവിടെ വേണമെങ്കിലും പോയിക്കൊള്ളൂ. പഠനം കൂടെയുണ്ട്. മന്മനാഭവയുടെ ലക്ഷ്യം ലഭിച്ചിട്ടുണ്ട്. ബാബയെ ഓർമ്മിക്കൂ. ബാബയിൽ നിന്നും നമ്മൾ സ്വർഗത്തിൻ്റെ സമ്പത്ത് നേടിക്കൊണ്ടിരിക്കുന്നു. ഇതും ഓർമ്മിക്കാൻ സാധിക്കുന്നില്ല. ഈ ഓർമ്മ ഉറച്ചതാകണം. എങ്കിൽ അന്തമതി സുഗതി ഉണ്ടാകും. ശരി, മധുരമധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: അതിരാവിലെ അമൃതവേളയിൽ എഴുന്നേറ്റ് ചിന്തിക്കണം, ബാബ നമ്മുടെ അച്ഛനുമാണ്, ടീച്ചറുമാണ്. ഇപ്പോൾ ബാബ വന്നിരിക്കുന്നു.
നമ്മളെ ജ്ഞാനരത്നങ്ങളാൽ അലങ്കരിക്കുവാൻ. അത് പിതാക്കന്മാരുടെയും പിതാവാണ്, പതിമാരുടെയും പതിയാണ്. ഇങ്ങനെ ചിന്തിച്ച് അപാര സന്തോഷം അനുഭവിക്കണം. ഓരോരുത്തരുടെയും പുരുഷാർത്ഥത്തെ സാക്ഷിയായി നോക്കണം. ഉയർന്ന പദവിക്കുള്ള മാർജിനുണ്ട്. അതിനാൽ തമോ പ്രധാനത്തിൽ നിന്നും സതോ പ്രധാനം ആകണം. വരദാനം: സംഗമയുഗത്തിൽ പ്രത്യക്ഷ ഫലത്തിലൂടെ ശക്തിശാലിയാകുന്ന സദാ സമർത്ഥ ആത്മാവായി ഭവിക്കട്ടെ. സംഗമയുഗത്തിൽ ഏത് ആത്മാക്കൾ പരിധിയില്ലാത്ത സേവനത്തിന് നിമിത്തമാകുന്നു, അവർക്ക് നിമിത്തമാകുന്നതിൻ്റെ പ്രത്യക്ഷ ഫലമായി ശക്തിയുടെ പ്രാപ്തി ഉണ്ടാകുന്നു. ഈ പ്രത്യക്ഷ ഫലമാണ് ശ്രേഷ്ഠ യുഗത്തിൻ്റെ ഫലം. ഇങ്ങനെയുള്ള ഫലം അനുഭവിക്കുന്ന ശക്തിശാലി ആത്മാവ് ഏതൊരു പരിതസ്ഥിതിയുടെയും മേൽ സഹജമായി വിജയം നേടുന്നു. വരദാനം: വൈസ്ലസിൻ്റെ ശക്തിയിലൂടെ സൂക്ഷ്മവദനത്തിൻ്റെയും 3 ലോകങ്ങളുടെയും അനുഭവം ചെയ്യുന്ന ശ്രേഷ്ഠ ഭാഗ്യവാനായി ഭവിക്കട്ടെ. ഏത് കുട്ടികളുടെ അടുക്കൽ വൈസ്ലസിൻ്റെ ശക്തിയുണ്ടോ, ബുദ്ധിയോഗം തികച്ചും റിഫൈൻഡ് ആണോ, ഇങ്ങനെയുള്ള ഭാഗ്യവാന്മാരായ കുട്ടികൾക്ക് 3 ലോകങ്ങളുടെയും സവാരി ചെയ്യുവാൻ സഹജമായി സാധിക്കും. സൂക്ഷ്മവദനം വരെയും തൻ്റെ സങ്കല്പം എത്തിക്കുന്നതിനായി സർവസംബന്ധങ്ങളുടെയും സാരം ഉൾക്കൊള്ളുന്ന മഹീന ഓർമ്മ ആവശ്യമാണ്. ഇതുതന്നെയാണ് ഏറ്റവും പവർഫുൾ കമ്പി. ഇതിനിടയിൽ മായയ്ക്ക് ഇൻ്റർഫിയർ ചെയ്യുവാൻ സാധിക്കില്ല. അപ്പോൾ സൂക്ഷ്മവദനത്തിൻ്റെ ശോഭനീയത അനുഭവിക്കുന്നതിനായി സ്വയം തന്നെ വൈസ്ലസിൻ്റെ ശക്തിയാൽ സമ്പന്നമാക്കൂ. സ്ലോഗൻ: ഏതെങ്കിലും വ്യക്തിയെയോ വസ്തുവിനെയോ വൈഭവത്തെയോ പ്രതി ആകർഷിതരാകുന്നത് കമ്പാനിയനായ ബാബയെ സങ്കല്പം കൊണ്ട് മൊഴി ചൊല്ലലാണ്. അവ്യക്ത സൂചന: ആത്മീയ റോയൽറ്റിയും പ്യൂരിറ്റിയുടെ പേഴ്സണാലിറ്റിയും ധാരണ ചെയ്യൂ. പവിത്രത സംഗമയുഗി ബ്രാഹ്മണരുടെ മഹത്തായ ജീവിതത്തിൻ്റെ മഹാനതയാണ്. പവിത്രത ബ്രാഹ്മണ ജീവിതത്തിൻ്റെ ശ്രേഷ്ഠ അലങ്കാരമാണ്. ഏതുപോലെ സ്ഥൂല ശരീരത്തിൽ വിശേഷിച്ച് ശ്വാസം നടക്കേണ്ടത് ആവശ്യമാണ്. ശ്വാസം ഇല്ലെങ്കിൽ ജീവനില്ല. ഇതേപോലെ ബ്രാഹ്മണ ജീവിതത്തിൻ്റെ ശ്വാസമാണ് പവിത്രത. 21 ജന്മങ്ങളുടെ പ്രാപ്തിയുടെ ആധാരം, അതായത് ഫൗണ്ടേഷൻ, പവിത്രതയാണ്. ഓം ശാന്തി. ബുദ്ധിയെ നാനാഭാഗത്തു നിന്നും വേർപെടുത്തി സ്വയം തൻ്റെ ആത്മസ്വരൂപത്തെ കാണൂ. ഭൃഗുടി മധ്യത്തിൽ അതിസൂക്ഷ്മ നക്ഷത്രം പോലെ തിളങ്ങുന്ന ആത്മസ്വരൂപത്തിൽ മനസ്സിനെ ഏകാഗ്രമാക്കൂ. ഞാൻ സ്വരാജ്യ അധികാരി ആത്മാവാണ്. ഞാൻ കർമ്മേന്ദ്രിയങ്ങളുടെ അധികാരിയാണ്. എന്നിൽ നിന്നും ശീതളതയുടെ പ്രകാശം നാനാഭാഗത്തും വ്യാപിക്കുന്നു. ഈ ശീതളമായ പ്രകാശം സർവ കർമ്മേന്ദ്രിയങ്ങളെയും ശീതളമാക്കുന്നു. ഈ ദൃശ്യ പ്രപഞ്ചത്തിനും ഉപരിയായി ഞാൻ എൻ്റെ സ്വഗ്രഹമായ ബ്രഹ്മലോകത്തിൽ സ്ഥിതി ചെയ്യുന്നു. വരദാതാവായ ബാബയുടെ സമീപത്ത് സ്ഥിതി ചെയ്ത് എൻ്റെ മനസ്സും ബുദ്ധിയും പരമജ്യോതി സ്വരൂപത്തിൽ ഏകാഗ്രമാക്കുന്നു. സംഗമയുഗത്തിലെ അതിശ്രേഷ്ഠവും അതീവ സുന്ദരവുമായ ഈ പരമാത്മാ മിലനത്തിലൂടെ എനിക്ക് ഈശ്വരീയ സമ്പത്തും വരദാനവും പ്രാപ്തമാകുന്നു. ഭോലാനാഥനായ ശിവബാബയുടെ
ഈ ദിവ്യ കിരണങ്ങൾ എൻ്റെ ബുദ്ധിയിൽ സ്പർശിക്കുമ്പോൾ ഈ സർവ ഗുണങ്ങളുടെയും സർവശക്തികളുടെയും അധികാരിയായി ഞാൻ സ്ഥിതി ചെയ്യുന്നു. ബാബ നൽകുന്ന ഈ ദിവ്യ വരദാനങ്ങൾ എന്നെ റോയൽ ഫാമിലിയുടെ അധികാരിയാക്കി മാറ്റുന്നു. രാജസിംഹാസനത്തിൻ്റെ അധികാരിയാക്കി മാറ്റുന്നു. സത്യയുഗി രാജ്യഭാഗ്യത്തിൻ്റെ അധികാരിയാക്കി മാറ്റുന്നു. സഫലതയുടെ അധികാരിയാക്കി മാറ്റുന്നു. ഈ അതിശ്രേഷ്ഠ ഈശ്വരീയ ശക്തികളുടെയും ശ്രേഷ്ഠ ഗുണങ്ങളുടെയും സർവശ്രേഷ്ഠ ഖജനാവുകളാൽ സമ്പന്നമായി ബാലക് സോ മാലിക്കായി മസ്തക സിംഹാസനത്തിൽ ഞാൻ വിരാജിക്കുന്നു.